പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ. എന്താണ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാം? അതുപോലെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ രീതികൾ, അതിൽ ബാലൻസ് മെത്തേഡ്, ഇങ്ങനെ 3-4 ചെറിയ പോയിന്റുകൾ മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ. എന്താണ് ട്രയൽ ബാലൻസ് എന്ന് നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് prepared to check the arithmetical accuracy of ledger posting and balancing. It is a statement prepared to check the arithmetical accuracy of ledger posting and balancing. ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെയും ബാലൻസിങ്ങിൻ്റെയും ഗണിതപരമായ അല്ലെങ്കിൽ കണക്കുപരമായ കൃത്യത പരിശോധിക്കാൻ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു പത്രികയാണ് ട്രയൽ ബാലൻസ്. ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെയും ബാലൻസിങ്ങിൻ്റെയും കണക്കുപരമായ കൃത്യത, ഗണിതപരമായ കൃത്യത പരിശോധിക്കാൻ തയ്യാറാക്കുന്ന ഒരു പത്രികയാണ് ട്രയൽ ബാലൻസ്. എന്താ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ജേണലിൽ നിന്നും ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ജേണൽ എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രക്രിയയാണ് പോസ്റ്റിംഗ്. അതുപോലെ എന്താ ബാലൻസിങ്? ഒരു അക്കൗണ്ടിൻ്റെ ഇരു സൈഡുകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുകയും അക്കൗണ്ട് തുല്യമാക്കാനായി വ്യത്യാസം കുറവുള്ള സൈഡിൽ വെക്കുന്നതിൻ്റെയും പ്രക്രിയയാണ് ബാലൻസിങ്. ഈ രണ്ട് പ്രക്രിയയുടെയും കൃത്യത, ഗണിതപരമായ കൃത്യത, കണക്കുപരമായ കൃത്യത പരിശോധിക്കാൻ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ട്രയൽ ബാലൻസ്. അതായത് പോസ്റ്റിംഗ് ശരിയാണോ, അതുപോലെ ബാലൻസിങ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു പത്രികയാണ് ട്രയൽ ബാലൻസ്. ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെയും ബാലൻസിങ്ങിൻ്റെയും ഗണിതപരമായ കൃത്യത പരിശോധിക്കാൻ തയ്യാറാക്കുന്ന ഒരു പത്രികയാണ് ട്രയൽ ബാലൻസ്. It is a statement prepared to check the arithmetical accuracy of ledger posting and balancing. ഇനി അടുത്ത പോയിന്റ്, എന്താണ് ട്രയൽ ബാലൻസിൻ്റെ സവിശേഷതകൾ? ട്രയൽ ബാലൻസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ സവിശേഷതകൾ. 1. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരു പത്രികയാണ്, ഒരു അക്കൗണ്ട് അല്ല. ട്രയൽ ബാലൻസ് എന്നത് ഒരു അക്കൗണ്ട് അല്ല, എന്താണ്? ഒരു പത്രികയാണ്. നേരത്തെ നമ്മൾ കണ്ടു ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അത് ഒരു പത്രികയാണ്. അതുപോലെയുള്ള ഒരു പത്രികയാണ് ട്രയൽ ബാലൻസും. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഒരു പത്രികയാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്. ഇത് ഒരു അക്കൗണ്ട് അല്ല. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല ട്രയൽ ബാലൻസ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല ട്രയൽ ബാലൻസ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല ട്രയൽ ബാലൻസ്. 3. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദി ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ഓർ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. 2 രൂപത്തിൽ ട്രയൽ ബാലൻസ് നമുക്ക് തയ്യാറാക്കാം. ഒന്ന്, ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോട് കൂടിയോ, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടലോട് കൂടിയോ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. എങ്ങനെ ട്രയൽ ബാലൻസ് തയ്യാറാക്കാം? 2 രൂപത്തിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. ഒന്നുകിൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോട് കൂടി. എന്താ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഇരു സൈഡുകളും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാലൻസ് എന്ന് പറയാം. ആണോ? ഒരു അക്കൗണ്ടിൻ്റെ ഇരു സൈഡും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോടുകൂടിയോ അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടലോടുകൂടിയോ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു.
ബാലൻസുകളോട് കൂടിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേര് എന്ന് പറയുന്നത് ബാലൻസ് മെത്തേഡ് എന്നാണ്. എന്നാൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടലോട് കൂടിയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതെങ്കിൽ ആ രീതിക്ക് പറയുന്ന പേര് ടോട്ടൽ മെത്തേഡ് എന്നാണ്. ടോട്ടൽ മെത്തേഡ്, ബാലൻസ് മെത്തേഡും ടോട്ടൽ മെത്തേഡ്, ഇങ്ങനെ രണ്ട് രീതിയാണ് സർവ്വസാധാരണമായിട്ട് ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി വേണമെങ്കിൽ ഇവ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനും തയ്യാറാക്കാറുണ്ട്. അതിനെ ടോട്ടൽ കം ബാലൻസ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോടുകൂടിയോ അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടലുകളോട് കൂടിയോ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. നാലാമത്തത്, ഇറ്റ് മേ ബി പ്രിപ്പയർഡ് അറ്റ് എനി ടൈം. ഏത് സമയത്തും ഇത് തയ്യാറാക്കാം. ഏത് സമയത്തും ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. ഇറ്റ് മേ ബി പ്രിപ്പയർഡ് അറ്റ് എനി ടൈം. ഏത് സമയത്തും ഇത് തയ്യാറാക്കാം. 5. ഇറ്റ് റിവീൽസ് ദി അക്യുറസി ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിങ്. ഇറ്റ് റിവീൽസ് ദ അക്യുറസി ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിങ്. ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെയും ബാലൻസിങ്ങിൻ്റെയും കൃത്യത ഇത് വെളിപ്പെടുത്തുന്നു. ഇറ്റ് റിവീൽസ് ദി അക്യുറസി ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിങ്. ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെയും ബാലൻസിങ്ങിൻ്റെയും കൃത്യത, അക്യുറസി ഇത് വെളിപ്പെടുത്തുന്നു. കാരണം ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമാണെങ്കിൽ നമുക്ക് പറയാം പോസ്റ്റിങ്ങും ബാലൻസിങ്ങും ശരിയാണ് എന്ന് പറയാം. അപ്പോൾ പോസ്റ്റിങ്ങിൻ്റെയും ബാലൻസിങ്ങിൻ്റെയും കൃത്യത ഇത് വെളിപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഇറ്റ് ആക്ട് ആസ് എ ബേസിസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ആക്ട് ആസ് എ ബേസിസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു അടിത്തറയായി അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു. ധനകാര്യ പത്രിക തയ്യാറാക്കുന്നതിനുള്ള ഒരു അടിത്തറയായി അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു. കാരണം ഇരു സൈഡുകളും ഈക്വലായിട്ടുള്ള ഒരു ട്രയൽ ബാലൻസ് അടിസ്ഥാനത്തിലാണ് ധനകാര്യ പത്രിക തയ്യാറാക്കുന്നത്. ധനകാര്യ പത്രിക തയ്യാറാക്കുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇരു സൈഡുകളും തുല്യമായിട്ടുള്ള ഒരു ട്രയൽ ബാലൻസാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു അടിത്തറയായി അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ടുള്ളത്, ഇഫ് ബോത്ത് എമൗണ്ട് കോളംസ് ഓഫ് ട്രയൽ ബാലൻസ് ആർ ഈക്വൽ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ആർ അക്യുറേറ്റ്. ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമാണെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ അക്യുറേറ്റ് ആണ് എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമാണെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ അക്യുറേറ്റ് ആണ്, കൃത്യമാണ്, ശരിയാണ് എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അവസാനത്തേത്, ഇഫ് ബോത്ത് എമൗണ്ട് കോളംസ് ഓഫ് ട്രയൽ ബാലൻസ് ആർ നോട്ട് ഈക്വൽ, it indicates that there are some mistakes or omission or errors in ledger accounts. ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും ഈക്വൽ അല്ല എങ്കിൽ, ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമല്ലെങ്കിൽ ചില മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ ലെഡ്ജർ അക്കൗണ്ടുകളിൽ ഉണ്ട് എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും ഈക്വൽ അല്ല എങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകളിൽ ചില തെറ്റുകൾ ഉണ്ട് എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് ഇവയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇതൊക്കെ സവിശേഷത: 1, ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഇതൊരു പത്രികയാണ്. 2, ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. 3, ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോടുകൂടിയോ അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടലുകളോടുകൂടിയോ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. ട്രയൽ ബാലൻസ് ഏത് സമയവും തയ്യാറാക്കാം. ഏത് സമയത്തും ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെയും ബാലൻസിങ്ങിൻ്റെയും കൃത്യത ഇത് വെളിപ്പെടുത്തുന്നു. ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു അടിത്തറയായി ഇത് പ്രവർത്തിക്കുന്നു. കാരണം ഇരു സൈഡുകളും ഈക്വലായിട്ടുള്ള ഒരു ട്രയൽ ബാലൻസ് നോക്കിയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമാണെങ്കിൽ
ലെഡ്ജർ അക്കൗണ്ടുകൾ ശരിയാണ്, കൃത്യമാണ് എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകളിൽ ചില തെറ്റുകൾ ഉണ്ട് എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് ഇവയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റാണ് ഇത്. സീരിയൽ നമ്പർ, ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രമത്തിൽ 1, 2, 3, 4 ഇങ്ങനെ ലെഡ്ജർ അക്കൗണ്ടുകൾക്ക് സീരിയൽ നമ്പർ നൽകാം. ഒന്നാമത്തെ കോളം സീരിയൽ നമ്പർ. നെയിം ഓഫ് അക്കൗണ്ട്, അക്കൗണ്ടുകളുടെ പേര്. എത്ര അക്കൗണ്ടാണോ ഉള്ളത് അത്രയും അക്കൗണ്ടുകളുടെ പേര് നമ്മളിവിടെ എഴുതണം. ലെഡ്ജർ ഫോളിയോ, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേജ് നമ്പർ രേഖപ്പെടുത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ലെഡ്ജർ ഫോളിയോ കോളം, LF കോളം. കാരണം ലെഡ്ജർ ബാലൻസ് ചെയ്താൽ കിട്ടുന്ന തുകയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതുകൊണ്ട് ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേജ് നമ്പർ രേഖപ്പെടുത്താൻ LF കോളം ഉപയോഗിക്കാം. പിന്നെ ഡെബിറ്റ് ബാലൻസ് എമൗണ്ട് കോളം. അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് എമൗണ്ട് രേഖപ്പെടുത്താനാണ് ഡെബിറ്റ് ബാലൻസ് കോളം, ഡെബിറ്റ് ബാലൻസ്. അതേസമയം ചില അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്, ആ എമൗണ്ട് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ക്രെഡിറ്റ് ബാലൻസ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് ബാലൻസ് എമൗണ്ട് കോളം. ഇങ്ങനെ 5 കോളങ്ങളാണ് ഇവയ്ക്കുള്ളത്. 5 കോളങ്ങൾ. ഒന്ന് സീരിയൽ നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. വേണമെങ്കിൽ നമുക്ക് 2 കോളങ്ങൾ ഒഴിവാക്കാം. സീരിയൽ നമ്പർ ഒഴിവാക്കാം, അതുപോലെ തന്നെ ലെഡ്ജർ ഫോളിയോ കോളം ഒഴിവാക്കാം. അങ്ങനെയെങ്കിൽ 3 കോളങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നെയിം ഓഫ് അക്കൗണ്ട്സ്, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. ഇനി മറ്റൊന്ന്, ഒരു ട്രയൽ ബാലൻസ് എപ്പോഴും ആരംഭിക്കുന്നത് ഒരു തലക്കെട്ടോടു കൂടിയാണ്. ആ തലക്കെട്ട് ഇതാണ്: ട്രയൽ ബാലൻസ് ആസ് ഷോൺ, ട്രയൽ ബാലൻസ് ആസ് ഷോൺ. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഷോൺ എന്ന് നമ്മൾ കണ്ടു. അതേ രൂപത്തിൽ തന്നെ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത് ട്രയൽ ബാലൻസ് ആസ് ഷോൺ. ഈ ട്രയൽ ബാലൻസിന് ഒരു ഹെഡിങ് കൊടുക്കണം. ആ ഹെഡിങ് ഇങ്ങനെയാണ്: ട്രയൽ ബാലൻസ് ആസ് ഷോൺ. എന്നിട്ട് എന്നാണോ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് ആ തീയതിയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ട്രയൽ ബാലൻസ് ആസ് ഷോൺ 31st December 2013. ട്രയൽ ബാലൻസ് ആസ് ഷോൺ 31st December 2020. ട്രയൽ ബാലൻസ് ആസ് ഷോൺ 31st March 2010. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. എത്ര കോളങ്ങളുണ്ട്? പ്രധാനമായും 5 കോളങ്ങൾ. സീരിയൽ നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. വേണമെങ്കിൽ നമുക്ക് 2 കോളങ്ങൾ ഒഴിവാക്കാം. ഏതൊക്കെ കോളം ഒഴിവാക്കാം? സീരിയൽ നമ്പർ എന്ന കോളവും ലെഡ്ജർ ഫോളിയോ എന്ന കോളവും ഒഴിവാക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ട്രയൽ ബാലൻസിന് വരുന്ന കോളങ്ങളുടെ എണ്ണം 3 ആണ്. നെയിം ഓഫ് അക്കൗണ്ട്സ്, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. നെക്സ്റ്റ്, ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ എന്തെല്ലാം? ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. 1, ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? ടു അസർടെയിൻ ദി അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ടു അസർടെയിൻ ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗണിതപരമായ കൃത്യത നിർണ്ണയിക്കുക. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗണിതപരമായ കൃത്യത നിർണ്ണയിക്കുക. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗണിതപരമായ കൃത്യത നിർണ്ണയിക്കുക. ഇതാണ് 1ാമത്തെ ലക്ഷ്യം. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗണിതപരമായ കൃത്യത നിർണ്ണയിക്കുക. 2, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിൽ സഹായിക്കുക. ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിൽ സഹായിക്കുക. 2ാമത്തേത്. 3, ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിൽ സഹായിക്കുക. ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിൽ സഹായിക്കുക. ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിൽ സഹായിക്കുക.
4. To help in making adjustments in financial statements. To help in making adjustments in financial statements. ധനകാര്യ പത്രികകളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിൽ സഹായിക്കുക. ധനകാര്യ പത്രികകളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിൽ സഹായിക്കുക. ധനകാര്യ പത്രികകളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിൽ സഹായിക്കുക. 5. To provide summarized information of ledger accounts. To provide summarized information of ledger accounts. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ക്രോഡീകരിച്ച വിവരങ്ങൾ നൽകുക. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ക്രോഡീകരിച്ച വിവരങ്ങൾ നൽകുക. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ് ട്രയൽ ബാലൻസിനുള്ളത്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗണിതപരമായ കൃത്യത നിർണ്ണയിക്കുക. ഒന്നാമത്തത്. തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിൽ സഹായിക്കുക. 2. മൂന്നാമതായി വരുന്നത് ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിൽ സഹായിക്കുക. 4. ധനകാര്യ പത്രികകളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുവാൻ അല്ലെങ്കിൽ നടത്തുന്നതിൽ സഹായിക്കുക. 5. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ക്രോഡീകരിച്ച വിവരങ്ങൾ നൽകുക. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ് ട്രയൽ ബാലൻസിനുള്ളത്. ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗണിതപരമായ കൃത്യത പരിശോധിക്കുക അല്ലെങ്കിൽ നിർണ്ണയിക്കുക. 2. ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിൽ സഹായിക്കുക. 3. ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിൽ സഹായിക്കുക. 4. ടു ഹെൽപ്പ് ഇൻ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ധനകാര്യ പത്രികകളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിൽ സഹായിക്കുക. ടു പ്രൊവൈഡ് സമ്മറൈസ്ഡ് ഇൻഫർമേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ക്രോഡീകരിച്ച വിവരങ്ങൾ നൽകുക. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. കാരണം നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമാണിത്. എന്താണ് ട്രയൽ ബാലൻസ്? 1. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടത്. 2. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ മെത്തേഡുകൾ. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് നമുക്ക് 3 വിധത്തിൽ തയ്യാറാക്കാം. അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ 3 രീതികൾ, 3 മെത്തേഡുകളുണ്ട് എന്നർത്ഥം. ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ 3 ways. 3 രീതിയിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. ഒന്നാമത്തെ മെത്തേഡിൻ്റെ പേര് ടോട്ടൽ മെത്തേഡ്. ടോട്ടൽ മെത്തേഡ്. 2. ബാലൻസ് മെത്തേഡ്. ബാലൻസ് മെത്തേഡ്. 3. ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. ടോട്ടൽ മെത്തേഡിൻ്റെയും ബാലൻസ് മെത്തേഡിൻ്റെയും കോമ്പിനേഷനാണ് ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. ടോട്ടൽ മെത്തേഡ്, ബാലൻസ് മെത്തേഡ്, ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്, ഇങ്ങനെ 3 മെത്തേഡുകളാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കാനുള്ളത്. നമ്മൾ ഈ വർഷം പഠിക്കുന്നത് ബാലൻസ് മെത്തേഡ് മാത്രമാണ്. ബാലൻസ് മെത്തേഡ് മാത്രമാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ എത്ര മെത്തേഡ് ഉണ്ട്? 3 മെത്തേഡ്. ഏതൊക്കെയാണ്? 1 യെസ് ടോട്ടൽ മെത്തേഡ്, 2 ബാലൻസ് മെത്തേഡ്, 3 ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. ഇനി ബാലൻസ് മെത്തേഡ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ഏറ്റവും പതിവായി അല്ലെങ്കിൽ ഏറ്റവും കോമണായി ഉപയോഗിക്കുന്ന രീതിയാണ് ബാലൻസ് മെത്തേഡ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് ഏറ്റവും കോമണായി, ഏറ്റവും കൂടുതൽ പതിവായി ഉപയോഗിക്കുന്ന രീതിയാണ് ബാലൻസ് മെത്തേഡ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് ഏറ്റവും പതിവായി, ഏറ്റവും കോമണായി ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ബാലൻസ് മെത്തേഡാണ്. അണ്ടർ ദിസ് മെത്തേഡ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദി ബാലൻസേഴ്സ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഈ മെത്തേഡിന് കീഴിൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോട് കൂടിയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോട് കൂടിയാണ് ഈ മെത്തേഡിന് കീഴിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. എന്താ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഡ്ജർ അക്കൗണ്ടിൻ്റെ 2 സൈഡുകളിലും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയാം. ഒരു അക്കൗണ്ടിൻ്റെ 2 സൈഡിലും തമ്മിലുള്ള വ്യത്യാസമാണ് ബാലൻസ്. ബാലൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ഓഫ് എ ലെഡ്ജർ അക്കൗണ്ട്.
ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടലുകൾക്കിടയിലുള്ള ഡെബിറ്റ് സൈഡ് ടോട്ടലിനും ക്രെഡിറ്റ് സൈഡ് ടോട്ടലിനും ഇടയ്ക്കുള്ള വ്യത്യാസമാണ് ബാലൻസ്. ആണോ? ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടലിനും ക്രെഡിറ്റ് സൈഡ് ടോട്ടലിനും ഇടയ്ക്കുള്ള വ്യത്യാസമാണ് ബാലൻസ്. ഇങ്ങനെയുള്ള ഡെബിറ്റ് സൈഡ് ടോട്ടലിനും ക്രെഡിറ്റ് സൈഡ് ടോട്ടലിനും ഇടയ്ക്കുള്ള വ്യത്യാസത്തോടു കൂടിയാണ് ബാലൻസ് മെത്തേഡിന് കീഴിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, ഒന്നുകിൽ ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കൂടാം, അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് പറയും. അതേസമയം ചില അക്കൗണ്ടുകളുടെ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ, അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. എന്താ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഇരു സൈഡും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ആ വ്യത്യാസത്തെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ആ വ്യത്യാസമാണ് ഈ മെത്തേഡിന് കീഴിൽ ബാലൻസ് മെത്തേഡിന് കീഴിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇരു സൈഡുകളും തമ്മിലുള്ള വ്യത്യാസമാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഇത് ലെഡ്ജർ ബാലൻസിങ്ങിൻ്റെ അക്യുറസി, കൃത്യത ഉറപ്പുവരുത്തുന്നു. ഇറ്റ് എൻഷുവേഴ്സ് ദി അക്യുറസി ഓഫ് ലെഡ്ജർ ബാലൻസിങ്. ബാലൻസ് മെത്തേഡ് ലെഡ്ജർ ബാലൻസിങ്ങിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നു. എന്താ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ? നേരത്തെ നമ്മൾ കണ്ടു. എന്താ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ? ഒരു അക്കൗണ്ടിൻ്റെ ഇരു സൈഡിലും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുകയും അക്കൗണ്ട് തുല്യമാക്കാനായി വ്യത്യാസം കുറവുള്ള സൈഡിൽ വെക്കുന്നതിൻ്റെയും പ്രക്രിയയാണ് ബാലൻസിങ്. ഇങ്ങനെ ലെഡ്ജർ ബാലൻസിങ്ങിൻ്റെ കൃത്യത, അക്യുറസി ഈ മെത്തേഡ് ഉറപ്പുവരുത്തുന്നു. എന്താ പറഞ്ഞത്? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് ഏറ്റവും കോമണായി ഉപയോഗിക്കുന്ന രീതിയാണ് ബാലൻസ് മെത്തേഡ്. ഈ ബാലൻസ് മെത്തേഡിന് കീഴിൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളോട് കൂടിയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. എന്താണ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ബാലൻസ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടലിനും ക്രെഡിറ്റ് സൈഡ് ടോട്ടലിനും ഇടയ്ക്കുള്ള വ്യത്യാസമാണ് ബാലൻസ്. ഈ മെത്തേഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ലെഡ്ജർ ബാലൻസിങ്ങിൻ്റെ കൃത്യത ഇത് ഉറപ്പുവരുത്തുന്നു. നമ്മളൊന്നുകൂടി നോക്കുകയാണ്. ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ്: സീരിയൽ നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. സാധാരണ നമ്മൾ കണ്ടു, പിന്നെ അക്കൗണ്ടുകൾക്ക്, അസറ്റുകൾക്കൊക്കെ എന്ത് ബാലൻസാണ് നമ്മൾ കണ്ടത്? ക്യാഷിന് എപ്പോഴും എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. അസറ്റുകൾക്കൊക്കെ ഡെബിറ്റ് ബാലൻസാണ്. അതേസമയം ലയബിലിറ്റീസിന് എപ്പോഴും എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഡ്രോയിങ്സിന് എപ്പോഴും എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. അതേസമയം ക്യാപിറ്റലിനോ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസാണ്. ചെലവുകൾക്കോ നമ്മൾ കണ്ടു, സാലറി, റെൻറ്റ്, കമ്മീഷൻ, പർച്ചേസ്, ഇവയ്ക്കെല്ലാം തന്നെ എപ്പോഴും എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. എന്നാൽ ഇൻകങ്ങൾക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസാണ്. ഉദാഹരണം സെയിൽസ്, റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്. ഇവിടെ ശ്രദ്ധിക്കുക, പിന്നെ ബാലൻസ് മെത്തേഡ് അനുസരിച്ച് ട്രയൽ ബാലൻസിൻ്റെ രൂപം ഇതാണ്: സീരിയൽ നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട്സ്, LF കോളം, ലെഡ്ജർ ഫോളിയോ കോളം, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. ഇനി ഈ മെത്തേഡിന് കീഴിൽ എങ്ങനെ ട്രയൽ ബാലൻസ് തയ്യാറാക്കാമെന്ന് നോക്കാം. സ്റ്റെപ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ. ഏത് മെത്തേഡിൽ? ബാലൻസ് മെത്തേഡിന് കീഴിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ മെത്തേഡുകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ്, നമ്മളെല്ലാം എന്ത് ചെയ്തു? പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞു അല്ലേ? പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടൊക്കെ വരച്ചു, ജേണൽ എൻട്രി എടുത്ത് ആവശ്യമുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ വരച്ച് പോസ്റ്റിംഗ് നടത്തിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് ദി ബാലൻസസ് ഓഫ് ഈച്ച് അക്കൗണ്ട് ഇൻ ലെഡ്ജറിലെ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ കണ്ടുപിടിക്കുക. ലെഡ്ജറിലെ
ഓക്കെ, ലെഡ്ജർ എന്ന് പറയുന്നത് ബുക്കാണ്. ആ ബുക്കിൽ ധാരാളം പേജുകളുണ്ട്. ഓരോ പേജും ഓരോ അക്കൗണ്ടിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലെഡ്ജർ ബുക്കിലെ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ കണ്ടുപിടിക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് കണ്ടുപിടിക്കുക. എന്താ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഇരു സൈഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അക്കൗണ്ട് തുല്യമാക്കാനായി അത് കുറവുള്ള സൈഡിൽ എഴുതുക. അതിന് നേർക്ക് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ലെഡ്ജറിലെ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ കണ്ടുപിടിക്കുക. 2. റൈറ്റ് ദി നെയിം ഓഫ് ഈച്ച് അക്കൗണ്ട് ആൻഡ് പ്ലേസ് ഇറ്റ്സ് ബാലൻസ് ഇൻ ദി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കോളം ഓഫ് ട്രയൽ ബാലൻസ്. റൈറ്റ് ദി നെയിം ഓഫ് ഈച്ച് അക്കൗണ്ട്. ഓരോ അക്കൗണ്ടിൻ്റെയും പേര് നമ്മൾ രേഖപ്പെടുത്തുക. എവിടെ പേര് രേഖപ്പെടുത്തുക? ഓരോ അക്കൗണ്ടിൻ്റെയും പേര് നമ്മൾ നെയിം ഓഫ് അക്കൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുക. 10 അക്കൗണ്ട് ഉണ്ടെങ്കിൽ 10 അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ എഴുതണം. റൈറ്റ് ദി നെയിം ഓഫ് ഈച്ച് അക്കൗണ്ട്. ഓരോ അക്കൗണ്ടിൻ്റെയും പേര് രേഖപ്പെടുത്തുക. ആൻഡ് പ്ലേസ് ഇറ്റ്സ് ബാലൻസ് ഇൻ ദി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കോളം ഓഫ് ട്രയൽ ബാലൻസ്. അവയുടെ ബാലൻസ് ഡെബിറ്റ് കോളത്തിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ, ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. എന്താ പറഞ്ഞത്? ഓരോ അക്കൗണ്ടിൻ്റെയും പേര് രേഖപ്പെടുത്തുകയും അവയുടെ ബാലൻസ് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓരോ അക്കൗണ്ടിൻ്റെയും പേര് നമ്മൾ നെയിം ഓഫ് അക്കൗണ്ട്, ട്രയൽ ബാലൻസിൻ്റെ നെയിം ഓഫ് അക്കൗണ്ട് കോളത്തിന് കീഴിൽ രേഖപ്പെടുത്തുക. അവയുടെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് കോളത്തിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലോ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി ചില അക്കൗണ്ടുകൾ സീറോ ബാലൻസ് കാണിക്കാം. രണ്ട് സൈഡും ഈക്വൽ ആണ്. ഇഫ് ആൻ അക്കൗണ്ട് ഷോസ് സീറോ ബാലൻസ്, സീറോ ബാലൻസ് കാണിക്കുന്നുവെങ്കിൽ, സീറോ ബാലൻസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇരു സൈഡിലും എന്തില്ല? വ്യത്യാസമില്ല. ഇരു സൈഡും എന്താണ്? ഈക്വൽ ആയിട്ട് വരികയാണ്. 10,000 ഡെബിറ്റ് സൈഡ് ടോട്ടൽ, ക്രെഡിറ്റ് സൈഡ് ടോട്ടലും എത്ര വന്നു? 10,000 വരികയാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് കാണിക്കുന്നുവെങ്കിൽ അത് രേഖപ്പെടുത്തണോ? അത് രേഖപ്പെടുത്തണം. ഇറ്റ് മേ ബി എൻറ്റേർഡ് ഇൻ ദി ട്രയൽ ബാലൻസ് വിത്ത് സീറോ ഇൻ ബോത്ത് എമൗണ്ട് കോളം. ഇരു എമൗണ്ട് കോളങ്ങളിലും 0 രേഖപ്പെടുത്തി അല്ലെങ്കിൽ 0 കൂടി ട്രയൽ ബാലൻസിൽ ഇത് രേഖപ്പെടുത്താം. ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് കാണിക്കുകയാണെങ്കിലും അതിൻ്റെ പേര് ട്രയൽ ബാലൻസ് രേഖപ്പെടുത്തണം. എന്നിട്ട് എമൗണ്ട് കോളത്തിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ബാലൻസ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലും 0 രേഖപ്പെടുത്തണം എന്നർത്ഥം. ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് കാണിക്കുകയാണെങ്കിൽ ഇരു എമൗണ്ട് കോളങ്ങളിലും 0 കൂടി ട്രയൽ ബാലൻസിൽ ഇവ രേഖപ്പെടുത്താം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ട്രയൽ ബാലൻസിലെ ഓരോ അക്കൗണ്ടും ബാലൻസ് ചെയ്യുക. അത് ചിലപ്പോൾ ഡെബിറ്റ് ആവാം, ക്രെഡിറ്റ് ആവാം. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തെന്താ? ലെഡ്ജർ അക്കൗണ്ടിലെ ഓരോ അക്കൗണ്ടിൻ്റെയും പേര് നമ്മൾ ട്രയൽ ബാലൻസിലെ നെയിം ഓഫ് അക്കൗണ്ട് കോളത്തിന് കീഴിൽ രേഖപ്പെടുത്തുകയും അവയുടെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് എമൗണ്ട് കോളത്തിലോ ക്രെഡിറ്റ് ബാലൻസ് എമൗണ്ട് കോളത്തിലോ രേഖപ്പെടുത്തുകയും ചെയ്യുക. കാരണം അക്കൗണ്ടിൻ്റെ സ്വഭാവം അനുസരിച്ച് ബാലൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് കാണിക്കാം. എന്താ സീറോ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഇരു സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂട്ടിയിടുക മാത്രമേ ഉള്ളൂ. എവിടെയും നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതാനുണ്ടാവില്ല. അങ്ങനെ സീറോ ബാലൻസ് കാണിക്കുകയാണെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളിലും 0 കൂടി ഇത് രേഖപ്പെടുത്താം. ഓക്കെ, എന്ത് ചെയ്യണം? നെയിം ഓഫ് അക്കൗണ്ട് കോളത്തിൽ അക്കൗണ്ടിൻ്റെ പേര് എഴുതണം. ഡെബിറ്റ് ബാലൻസ് കോളത്തിൽ എന്ത് ചെയ്യണം? 0 എഴുതണം. ക്രെഡിറ്റ് ബാലൻസ് എമൗണ്ട് കോളത്തിൽ 0 എഴുതണം. ഇനി മൂന്നാമത്തത്, ഫൈൻഡ് ദി ടോട്ടൽ ഓഫ് ഡെബിറ്റ് ബാലൻസ് കോളം. ഡെബിറ്റ് ബാലൻസ് കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഡെബിറ്റ് ബാലൻസ് കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഓഫ് ദി ഡെബിറ്റ് ബാലൻസ് കോളം. ഡെബിറ്റ് ബാലൻസ് എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് ബാലൻസ് കോളം. ക്രെഡിറ്റ് ബാലൻസ് കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് ബാലൻസ് കോളം. ക്രെഡിറ്റ് ബാലൻസ് കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. എന്തായിരിക്കണം? ഇനി നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ്, വെരിഫൈ ദാറ്റ് വെദർ ബോത്ത് എമൗണ്ട് കോളംസ് ആർ ഈക്വൽ ഓർ നോട്ട്. ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക.
ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. തുല്യമാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ നടത്തിയ പോസ്റ്റിങ്ങും ബാലൻസിങ്ങും കൃത്യമാണ്. അതേസമയം ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമല്ലെങ്കിൽ നമ്മൾക്ക് കണക്കാക്കാം ലെഡ്ജർ അക്കൗണ്ടുകളിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ബാലൻസ് മെത്തേഡിന് കീഴിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത്. 1. ലെഡ്ജറിലെ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് കണ്ടുപിടിക്കുക. 2. ട്രയൽ ബാലൻസിൻ്റെ നെയിം ഓഫ് അക്കൗണ്ട് കോളത്തിന് കീഴിൽ ഓരോ അക്കൗണ്ടിൻ്റെയും പേര് രേഖപ്പെടുത്തുകയും അവയുടെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ചിലപ്പോൾ ഒരു അക്കൗണ്ട് 0 ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഇരു എമൗണ്ട് കോളങ്ങളും 0 കൂടി ആ അക്കൗണ്ടിനെ ട്രയൽ ബാലൻസിൽ രേഖപ്പെടുത്താം. തുടർന്ന് 3ാമത്തെ സ്റ്റെപ്പ് ഡെബിറ്റ് ബാലൻസ് കോളത്തിൻ്റെ ഡെബിറ്റ് ബാലൻസ് എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. 4. ക്രെഡിറ്റ് ബാലൻസ് എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇരു എമൗണ്ട് കോളങ്ങളും തുല്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. തുല്യമാണെങ്കിൽ എന്ത് പറയാം? നമുക്ക് നമ്മൾ നടത്തിയ പോസ്റ്റിങ്ങും ബാലൻസിങ്ങും അക്യുറേറ്റ് ആണ് എന്ന് പറയാം. അതേസമയം ട്രയൽ ബാലൻസിൻ്റെ ഇരു എമൗണ്ട് കോളങ്ങളും ഈക്വൽ അല്ലെങ്കിൽ എന്തു പറയാം? ലെഡ്ജർ അക്കൗണ്ടുകളിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നോക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.